മുൻപത്തെ പ്രശ്നം അങ്ങനെ ബില്ലിന്റെ ഭേദഗതി കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല എന്ന ഒരു ധാരണയാണോ ഇപ്പോൾ സമരസമിതിക്കും ഉള്ളത്? എന്താണ് ഈ ഒരു കൂടിക്കാഴ്ചയോടുകൂടി ഉണ്ടാവാൻ പോകുന്നത്? ശുഭപ്രതീക്ഷയാണോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ 610 കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ അന്യായമായി നിഷേധിച്ചിട്ട് ഇപ്പോ 3 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റുകൾ, കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഇതിൽ ശക്തമായി ഇടപെട്ട് പരിശ്രമിച്ചാൽ മാത്രമേ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഗവൺമെന്റുകളുടെ ഇടപെടലുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോ കേരള ഗവൺമെന്റിൽ നിന്നും ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശുഭാപ്തിവിശ്വാസമാണ്, ശുഭവാർത്തയാണ്. ഞങ്ങൾക്ക് ഏറ്റവും അടിയന്തരമായി ഇപ്പോൾ ഞങ്ങൾ എത്രയോ ദിവസം ഇവരെ അവിടുത്തെ നിവാസികളെ കുടിയിറക്കാതെ റവന്യൂ അവകാശങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് എങ്ങനെ ഇത് പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വാഗ്ദാനം. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഈ ചർച്ചയിൽ ഉണ്ടായതായി, കൂടിക്കാഴ്ചയിൽ ഉണ്ടായതായി അറിയാമോ? ഇല്ല, ഞങ്ങൾക്കിപ്പോ ജുഡീഷ്യൽ കമ്മീഷന് ഗവൺമെന്റ് അനുവദിച്ചത് തന്നെ ഇവിടുത്തെ താമസക്കാരായ ആളുകൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം, അതായത് നമ്മൾ വിചാരിച്ചിരുന്നത് പോലെയല്ല. നമ്മൾ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് 218 പേർക്ക്, 441 ആളുകൾക്ക്, 544 ആളുകൾക്ക് തന്നെ ഫറൂഖ് കോളേജ് 91 മുതൽ 89 മുതൽ ഇവിടെ ആളുകൾ, കുടുംബങ്ങൾക്ക് നേരിട്ട് തന്നെ കൊടുത്തിട്ടുള്ളതാണ്, ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇവിടെ ഫറൂഖ് കോളേജിന് വേറെ സ്ഥലവുമില്ല. അപ്പൊ അത് പണം മേടിച്ചതിന് ശേഷം അവർ ആ ഫണ്ട് ഉപയോഗിച്ച് ഫറൂഖ് കോളേജിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. ജോസഫ് ബെന്നി അഭിപ്രായം പങ്കുവച്ചതിന്